പ്രിയമുള്ളവരെ, 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ തലസ്ഥാന ജില്ലയിൽ തിരുവനന്തപുരത്ത് BJPക്ക് സാധ്യതയുള്ള 4ഓളം നിയമസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. അതായത് കോൺഗ്രസ് അത്ര പ്രമുഖരല്ലാത്ത സ്ഥാനാർത്ഥികളെ നിർണയിച്ചാൽ ഒരുപക്ഷെ ആ ഗ്യാപ്പിൽ കൂടി BJP വിജയിച്ചു വരുവാൻ കഴിയുന്ന 4ഓളം നിയമസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. പക്ഷേ നിലവിൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർണയം നമ്മൾ ആ മണ്ഡലങ്ങളിൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കുമ്പോൾ 2026 പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് കോൺഗ്രസ് ആ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നിർത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാണ്. അതായത് BJPയുടെ സാധ്യതകളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലയിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. മിക്കപ്പോഴും ആ മണ്ഡലങ്ങൾ അവർ നിർത്തിയിരിക്കുന്നത് മുൻ MLA-മാരെയും പാർട്ടിയിൽ ഉയർന്ന സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ആളുകളെയുമാണ് എന്ന ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നായ കഴക്കൂട്ടം നിയമസഭാ നിയോജക മണ്ഡലം എടുക്കുകയാണെങ്കിൽ അവിടെ മുൻ MLA-യും KPCCയുടെ വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളുമായ ശരത് ചന്ദ്ര പ്രസാദാണ് മത്സരിക്കുന്നത്. 2021 കടകംപള്ളി സുരേന്ദ്രൻ 23,497 വോട്ടുകൾക്കാണ് ആ മണ്ഡലത്തിൽ വിജയിച്ചത്. BJPയുടെ ശോഭാ സുരേന്ദ്രനായിരുന്നു 2ാം സ്ഥാനത്തെത്തിയത്. SS ലാൽ 3ാം സ്ഥാനത്തുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള വോട്ട് വിഹിതം, അതായത് വോട്ടിംഗ് അന്തരം, 2ാം സ്ഥാനത്തുള്ള BJPയും 3ാം സ്ഥാനത്തുള്ള കോൺഗ്രസും തമ്മിലുള്ള വോട്ടന്തരം 7000 വോട്ടുകളാണ്. SS ലാൽ എന്ന് പറയുന്നത് വളരെ പ്രൊഫഷണലായിട്ടുള്ള UN-ലൊക്കെ ഡോക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള പ്രൊഫൈലുള്ള ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ആ മണ്ഡലങ്ങളിൽ ഇടപെടുന്നതിനൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം കുറേ നാളായി അദ്ദേഹം അന്തർദേശീയ തലങ്ങത്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അപാകതയിലാണ് കോൺഗ്രസ് അവിടെ 3ാം സ്ഥാനത്തെത്തിയത്. പക്ഷേ ഇപ്രാവശ്യം വളരെ ശക്തനായ നേതാവിനെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിർത്തുന്നുണ്ട്, ശരത് ചന്ദ്ര പ്രസാദ്. അദ്ദേഹം പഠിച്ചത് ചെമ്പഴന്തി SN കോളേജിലാണ്, ആ മണ്ഡലത്തിനകത്ത് തന്നെയുള്ള കോളേജിലാണ്. അവിടുത്തെ ഭീതി ഒരു പക്ഷേ BJPയുടെ സാധ്യതകളെ കോൺഗ്രസിൻ്റെ ഈ സ്ഥാനാർത്ഥി നിർണയം കൊണ്ട് ഇല്ലാതാക്കുന്നു എന്നാണ് പരമപ്രധാനമായ ഒരു വാസ്തവം. അവിടെ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടത്തിലേക്ക് വരും എന്ന് തന്നെയാണ് ആ മണ്ഡലത്തിലെ സ്ഥിതിഗതികളൊക്കെ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലമാണ്. ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ അവിടെ RSPക്കാണ് സീറ്റ്. അവിടെ സന്തോഷ് ഭദ്രൻ എന്ന് പറയുന്ന യുവാവായ ഒരു സ്ഥാനാർത്ഥിയാണ് RSP അവിടെ നിയോഗിച്ചിരിക്കുന്നത്. RSP സ്ഥാനാർത്ഥിയാണെങ്കിലും അദ്ദേഹം കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരാളാണ്. ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിൽ KSUവിൻ്റെ മുൻ ചെയർമാനായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പാർട്ടി വൃദ്ധങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം ഉള്ള ഒരാളാണ്. അദ്ദേഹം അവിടെ ചലനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും CPM-ൻ്റെ സ്ഥാനാർത്ഥി അംബികയെക്കാളും BJPയുടെ സുധീറിനേക്കാളും ഒക്കെ കുറച്ചുകൂടി ചെറുപ്പവും വളരെ പ്രസരിപ്പോടുകൂടി ജനങ്ങളുമായിട്ടൊക്കെ സംവദിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ എന്നത് UDF-ന് അവിടെ ഒരു നേട്ടമുണ്ടാക്കുമെന്ന വിലയിരുത്തൽ വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 36,938 വോട്ടുകൾക്ക് CPM സ്ഥാനാർത്ഥി അംബിക വിജയിച്ച മണ്ഡലമാണിത്. P. സുധീർ 38,268 വോട്ടുകൾ നേടിയിരുന്നു. 2ാം സ്ഥാനത്തുള്ള BJPയും കോൺഗ്രസും തമ്മിലുള്ള അന്തരം ഏകദേശം 1000 വോട്ടുകൾക്ക് മാത്രമാണ്. കോൺഗ്രസ് അല്ല RSP 3ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം അവിടെ RSP അവിടെ വലിയ നേട്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒരു ഡയറക്റ്റ് ഫൈറ്റിനൊടുവിൽ നേരിയ ഭൂരിപക്ഷത്തിൽ അവിടെ RSP സ്ഥാനാർത്ഥി വിജയിച്ചു വരുവാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും അവിടെ BJP കഴിഞ്ഞ പ്രാവശ്യത്തെ 2ാം സ്ഥാനം നിലനിർത്തുവാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത്. മറ്റൊരു മണ്ഡലമായ നേമത്ത് നമ്മൾ എത്തുകയാണെങ്കിൽ നേമത്ത് 2ാം സ്ഥാനത്തുള്ള BJPയും 3ാം സ്ഥാനത്തുള്ള കോൺഗ്രസും ഏകദേശം 15,000-ലധികം വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. 2021 K. മുരളീധരൻ 36,524 വോട്ടുകൾ പിടിച്ചതുകൊണ്ടാണ് അവിടെ BJP സ്ഥാനാർത്ഥി ശിവൻകുട്ടിക്ക് വിജയിക്കുവാനായത്. ഇപ്രാവശ്യവും കോൺഗ്രസ് അവിടെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിർത്തുന്നത്, ശബരിനാഥൻ, മുൻ അരുവിക്കര MLA. മാത്രമല്ല കോർപ്പറേഷനിൽ UDF-ന് വലിയ രീതിയിലുള്ള മേൽക്കോയ്മ നേടിക്കൊടുത്ത, വലിയ രീതിയിലുള്ള ഉയർത്തെഴുന്നേൽപ്പ് കോർപ്പറേഷൻ നേടിക്കൊടുത്ത കോർപ്പറേഷനിലെ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ സഭാകക്ഷി നേതാവ് കൂടിയായ ശബരിനാഥൻ അവിടെ മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിലും കോൺഗ്രസ് വലിയ രീതിയിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നും അത് BJPയുടെ സാധ്യതകളെ ഇല്ലാതാക്കും എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, നമ്മൾ ഇനി വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെത്തുകയാണെങ്കിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ
അവിടെയും BJP കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്ത് വന്ന ഒരു മണ്ഡലമാണ്. വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വീണ എസ് നായർ ദുർബലയായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എന്ന ഒരു വീക്ഷണം വരുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അവിടെ മുൻ MLAയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായ കെ മുരളീധരനാണ് മത്സരിക്കുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. അതായത് ആ മണ്ഡലത്തിലും BJP 2021 നേടിയ 2ാം സ്ഥാനം എന്ന ഒരു സ്ട്രാറ്റജി നിലനിർത്തുവാൻ സാധ്യതയില്ല. അവിടെ UDFും LDFും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റായിരിക്കും വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ 2ാം സ്ഥാനത്ത് BJP വരുന്നതിന് കാരണമായത് വി രാജേഷ് ആയിരുന്നു. ഇപ്പോൾ കോർപ്പറേഷൻ മേയറായ ആളായിരുന്നു അവിടെ BJP സ്ഥാനാർത്ഥി. മാത്രമല്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ദുർബലയായിരുന്നു എന്നൊരു വിശകലനം വരുന്നുണ്ട്. അവിടെയും BJPയുടെ പ്രകടനം മോശമാകുവാൻ തന്നെയാണ് സാധ്യത. കോൺഗ്രസ് അവിടെയും ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇനി തൊട്ടടുത്തുള്ള കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ അവിടെ ചാത്തന്നൂർ സീറ്റിൽ സൂരജ് രവിയാണ് മത്സരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവാണ്. അവിടെ കോൺഗ്രസ് 3ാം സ്ഥാനത്താണ്. ഒന്നാം സ്ഥാനത്തുള്ള BJP, 2ാം സ്ഥാനത്തുള്ള BJPയും 3ാം സ്ഥാനത്തുള്ള കോൺഗ്രസും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. പക്ഷേ ഇപ്പോൾ സൂരജ് രവിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ട് ആ മണ്ഡലത്തിലും കോൺഗ്രസിന് ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും എന്നുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ തന്നെയാണ് വരുന്നത്. അതായത് തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ BJPക്കു സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വളരെ കണ്ണിങ്ങായിട്ട്, വളരെ കാര്യഗൗരവമായിട്ട് തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചിട്ടുണ്ട്. BJPയുടെ വളർച്ച തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ BJP 2ാം സ്ഥാനത്ത് 2021 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന മിക്ക മണ്ഡലങ്ങളിലും കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത് മുൻ MLAമാരെയാണ്, KPCCയുടെ മുതിർന്ന നേതാക്കന്മാരെയാണ്. ശബരിനാഥിനെയും കെ മുരളീധരനെയും ശരത്ചന്ദ്ര പ്രസാദിനെയും പോലെയുള്ള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരെയാണ് എന്ന ഒരു വിശദീകരണം കോൺഗ്രസിൻ്റെ നേതൃത്വം നൽകുന്നുണ്ട്. മാത്രമല്ല കോൺഗ്രസ് ആരോപണം CPMനെതിരെ ഉന്നയിക്കുന്നുണ്ട്. കാരണം CPM BJPക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടത്തുന്നു എന്നത്. അതായത് കാസർഗോഡ് ഷാനവാസ് പാത്തൂറിനെ സ്ഥാനാർത്ഥിയാക്കി, പാലക്കാട് MNR റസാക്കിനെ സ്ഥാനാർത്ഥിയാക്കി. ഇവർ രണ്ടുപേരും ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള ആളുകളായതുകൊണ്ട് ആ ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിക്കപ്പെടുകയും അവിടെ BJP വിജയിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാകുകയും ചെയ്യുമെന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്, VD സതീശൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ആരോപണങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും നമ്മൾ തലസ്ഥാന ജില്ലയിലെ ഒരു സ്ഥാനാർത്ഥി നിർണയം, പ്രത്യേകിച്ചും BJPക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് എങ്ങനെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നു എന്ന് പഠിക്കുമ്പോൾ വളരെ ശക്തരായ സ്ഥാനാർത്ഥികൾ മുൻ MLAമാരും KPCCയുടെ മുതിർന്ന ഭാരവാഹികളും തന്നെയാണ് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.